ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കുറച്ച് സന്തോഷമുള്ള ഒരു ദിവസമായതുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മുടെ ഈ ഗിനിക്കോഴിപ്പട അങ്ങനെ അവളുടെ ഫസ്റ്റ് എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ മുട്ട ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗിനിക്കോഴിയുടെ മുട്ട. ഇതാണ് അവളുടെ ആദ്യത്തെ മുട്ട. ഇന്നലെയാണ് മുട്ട ഇട്ടത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവളിങ്ങനെ കോഴികളുടെ ഒപ്പം പലയിടങ്ങളിൽ കയറുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇടാറായെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവൾ ഇന്നലെ കൂട്ടിക്കയറി മുട്ട ഇട്ടു. സാധാരണ ഇവർ കാട്ടിലൊക്കെ പോയാണ് മുട്ട ഇടുന്നത്. അപ്പോൾ പല ജനറേഷൻ കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അവരുടെയും ക്യാരക്ടറിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവണം. കൂട്ടിൽ കയറിയാണ് മുട്ടയിട്ടത്. മുട്ട കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ സാധാരണ കോഴിമുട്ടയേക്കാളും. അങ്ങനെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരൊക്കെ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടറും കുറച്ച് ഗ്രോവറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ തീറ്റ അരി ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന തീറ്റയെ കൊടുക്കുള്ളൂ എന്നില്ല. സ്റ്റാർട്ടർ കൊടുക്കും, സ്റ്റാർട്ടറും ഗ്രോവറും കൊടുക്കും എല്ലാ ദിവസവും. പിന്നെ ബാക്കി ഫുഡ്, ചോറ് എന്ത് കിട്ടിയാലും അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 മണിക്ക് ശേഷം എല്ലാ ദിവസവും അഴിച്ചു വിടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ നമ്മൾ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ അഴിച്ചു വിടാറുണ്ട്. അവൾ പിന്നെ പെടക്കോഴി പിന്നെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. ഇതൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ. കണ്ടില്ല, എല്ലാവർക്കും തൂവലുകളൊക്കെ മുളച്ചു തുടങ്ങി, പാലൊക്കെ വന്നു. അങ്ങനെ ആക്റ്റീവായിട്ട് ഇതുവരെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. പിന്നെ വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ മഴയായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഈ വെളുമ്പയും ഇവളുടെ 2 മക്കളുമാണ്. ആക്ച്വലി ഇത് ഞാൻ അടവെച്ച് നമ്മളുടെ ഇഷ്ടപ്രകാരം അടവെച്ച് ഇറങ്ങിയതൊന്നുമല്ല. അല്ലാതെ തന്നെ ഇവള് മാറി മുട്ടയിട്ടിട്ട് ലാസ്റ്റ് ഒരു 3 മുട്ടയും കണ്ടിരുന്ന് വിരിഞ്ഞതാണ്. ഇവളുടെ മുട്ട തന്നെയാണോ എന്നും എനിക്കറിയില്ല. 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇറങ്ങി വന്നപ്പോൾ. 2-3 ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കൂട്ടിൽ പിടിച്ചിട്ട് പിന്നെ അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ അടവയ്ക്കാതെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അടവയ്ക്കാതെ മീൻസ് നമ്മളായിട്ട് അടവയ്ക്കാതെ കോഴിക്കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര കെയർ ഞാൻ കൊടുക്കാറില്ല. ഭക്ഷണം കൊടുക്കും, ഫുൾ അഴിച്ചു വിടുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ 2 മാസം പ്രായമായി. 3 പേരുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ എന്തോ പിടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു, അറിയില്ല. അതെന്താ ഉണ്ടോയെന്നറിയില്ല. ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മാസം പ്രായമായിട്ടുണ്ട് അവർക്ക്. പക്ഷേ ആ പെടക്കോഴി കൊത്തി ആട്ടുന്ന ലക്ഷണം കാണുന്നില്ല. കൊത്തിപ്പിരിക്കാൻ പരുവായെങ്കിലും കൊത്തിപ്പിരിക്കാനുള്ള ലക്ഷണം കാണുന്നില്ല. ഇവരുടെ മെയിൻ ഫുഡെന്ന് പറയുന്നത് ഈ ചക്കയും പുറത്തോടെ നടന്ന് എല്ലാം തന്നെ തിന്നാൻ പഠിച്ചിട്ടുണ്ട്. ചക്കയും പുല്ലും എല്ലാം കഴിക്കും. പിന്നെ 3 വയസ്സ് പ്രായമായ ഒരു പെടക്കോഴി. അത് അത്യാവശ്യം ഏജ് ഉണ്ട്, മെച്യൂരിറ്റിയും കൂടുതലാണ്. അതുകൊണ്ടായിരിക്കണം കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റാനുള്ള ഒരു താമസം. പിന്നെ ഒരു മിടുക്കി കോഴിയാണത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.